കാത്തിരുന്നും മുഷിഞ്ഞു. കളിയൊന്ന് അവസാനിപ്പിച്ചു കിട്ടാൻ ഞാനും കുറെ വിയർത്തു. ആ വേഷത്തോടെ തന്നെ വേണം വരാൻ എന്നറിയിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല. എന്താ തിരുപ്പത്ര കൗതുകം? അതെന്താന്ന് പിക്കും പറയാൻ അറിഞ്ഞൂടാ. ഇങ്ങനെ വരണമെന്ന് അറിയിച്ചു, അത്രേ ഉള്ളൂ. ഓ, അപ്പൊ കലാസ്വാദികയാണ്. എനിക്കത് നേരത്തെ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെയാ ഒറ്റ നോട്ടത്തെ ഇഷ്ടായതും. അരുത്, ദേഹം മുഴുവൻ അഴുക്കാണ്. ഞാനൊന്ന് മേല് കഴുകിട്ട് വരാം. ഓ ആയിക്കോട്ടെ, നിക്കോ തിരി വിശ്രമിക്കണം. ഉള്ളിലൊക്കെ ഈ ചകനി ഒന്ന് ഉറക്കി കിടത്തുമല്ലോ. പോയിട്ട് വരുമോ? ഇത് തെക്കിനെടുത്തപ്പോഴല്ല, വിരാട രാജധാനി. എവിടെ സൈന്യത്തിൽ? എവിടെ വരും മേല് കഴുകിയിട്ട്. ഇത് അത്ഭുതമായിരിക്കണമല്ലോ. തിടുക്കം കൊണ്ട് കുളി വേണ്ടെന്ന് വെച്ചു. ഇല്ല, ഇഞ്ചിയുടെയും വാഗയുടെയും മണം വരുന്നു. തലമുടിയിൽ അകൽ പുകച്ചിട്ടുമുണ്ടോ? എന്തായാലും ഞൊടിയുടെ കൊണ്ട് ഇത്രയൊക്കെ സാധിച്ചത് അതിശയം തന്നെ. ഒരു ദാസയ്ക്ക് ഇത്തരം വളകൾ. കൽപ്പകശ്ശേരിയിലെ താത്രി കുഞ്ഞാത്തോൻ ഇവിടെ. ഞാൻ എന്താ ഇവിടെ ചോദ്യം ചോദിക്കുന്നതിന് പകരം കീചകൻ എന്താ ഇവിടെ പറയുന്നതല്ലേ ഉചിതം? അതെ, അത് പിന്നെ വേഷക്കാർക്ക് തൊട്ടിയറിയിലും പാട്ടുകാർക്കും വാദ്യക്കാർക്കും കൂത്തമ്പലത്തുമാണല്ലോ കിടപ്പൊരുക്കിയിട്ടുള്ളത്. പിന്നെ ശങ്കർപ്പണിക്കൊക്കെ മാത്രം എന്താ പത്തായിപ്പുരയിൽ വിശേഷം? അത് പിന്നെ തമ്പുരാൻ പറഞ്ഞു ഇത്രയിടം വന്ന ഓരോട്ടൊക്കെ അറിഞ്ഞു. വിവരിക്കണ്ട. ഈ പാൽമന്തം അങ്ങോട്ട് വെക്കൂ. കേട്ടില്ലേന്നുണ്ടോ? അങ്ങോട്ട് വെക്കൂ. മാധവിക്ക് കുംഭം 16 മംഗല്യാണ്. ആ മോഹം പണിക്കരൊക്കെ ഉപേക്ഷിച്ചോളൂ. അവൾ വലിയ മംഗല്യത്തിന്റെ കൂട്ടം നേരത്തെ സൂചിപ്പിക്കണ്ടായി. എന്തിനാലും താലി കെട്ടാൻ പോണ പുരുഷനെ കാഴ്ചവെക്കാൻ പൊന്നു മുതലൊന്നും ആ പാവത്തിന്റെ ഇല്ല. മാനം മാത്രമേ ഉള്ളൂ. അത് പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കണത് മാന്യതയാണോ പണിക്കരെ? അവർക്ക് സമ്മതം പറഞ്ഞിട്ടും പണിക്കര് പിന്മാറാത്തത് എന്താ? അതെ, അത് പിന്നെ മനസ്സിൽ മോഹം തോന്നിപ്പോയ പിന്നെ എന്താ ചെയ്യാ? മോഹത്തെ കുറിച്ച് അത് ഇവിടുത്തെ കടിയും പറഞ്ഞതിന്റെ കാര്യമില്ലല്ലോ. ഞാനും കേട്ടിട്ടുണ്ട് കൽപ്പകശ്ശേരിയിലെ താത്രി കുഞ്ഞാത്തോലെ കുറിച്ചുള്ള കഥകൾ. താത്രിയെ കുറിച്ചുള്ള കഥകൾ അവിടെ നിൽക്കട്ടെ. പണിക്കര് ഈ പ്രവർത്തിച്ചത് മാന്യതയാണോ? ആണോ? അതെ, അത് പിന്നെ അടിയനൊരു മോഹം തോന്നിയെന്നുള്ളൂ. അടിയനോടുള്ള പ്രിയം കൊണ്ട് നിർബന്ധിച്ചത് സമ്മതിപ്പിച്ചതൊക്കെ തമ്പുരാൻ തന്നെയാ. അങ്ങനെ പ്രിയം കൊണ്ട് കാഴ്ചവെക്കാനാണെങ്കിൽ തമ്പുരാൻ ഇവിടുത്തെ അകത്തുള്ളവരെ അതായിരിക്കും. ആദ്യ വേലിക്ക് പുറമെ മകളോളം പ്രായമുള്ള 3 വേലിമാര് വേറെ ഉണ്ടല്ലോ. ഇനി അതല്ലാച്ച മകൾ മീനാക്ഷിയെ തന്നെ ആവാറില്ലേ? അങ്ങനെയൊന്നും പറയില്ലേ കുഞ്ഞാത്തോലെ? അങ്ങനെ പറയുന്നത് പോലും പാപം. ദാസി പെണ്ണുങ്ങളാണെങ്കിൽ ആർക്കും കാഴ്ചവെക്കാം, അവർക്കും ആകാം. അന്തർജനങ്ങളാണെങ്കിൽ അവരുടെ മടുപ്പിക്കുന്ന മുറുക്കാൻകത്തും കീഴ്ശ്വാസം വിശ്വസിച്ച് അവർക്കൊപ്പം മാത്രം കഴിച്ചു കൂട്ടണം. അതും ഒന്ന് ഉറക്കച്ചിരിക്കാനോ ഒരു മൂളിപ്പാട്ട് പാടാനോ അനുവാദം ഇല്ലട്ടെ. കാളനും മെഴുക്കുപരട്ടിക്കും കറിച്ചട്ടിക്കും ഒപ്പം കരിപ്പുക അടിച്ച് കഴിഞ്ഞു കൂടണം. പുറത്തെ കാറ്റ് കൊള്ളാൻ ഇറങ്ങണമെങ്കിൽ പോലും മറക്കുടയും ബാല്യക്കാരുടെ കാവലും വേണം. ഒരു അന്യ പുരുഷനെ നോക്കിപ്പോയാലും അറിയാതെ മുട്ടിപ്പോയാലും ഭ്രഷ്ട്. അവർക്ക് വേശ്യാരാധനയും ചന്ദ്രോത്സവം വരെ ആകാം. തരാവുന്നവർക്കൊക്കെ സമ്മതം ആവാം. സമ്മതമില്ലാത്ത പെണ്ണിനെ അനുഭവിക്കാം. ഇതൊക്കെ കഷ്ടാണ്. കഷ്ടാണ്. കുഞ്ഞത്തോൽ ആരോടെ ഈ പരിഭവം? തമ്പുരാക്കന്മാരോടോ അതോ അടിയനോടോ? താൻ ഈ കാട്ടിന് ഏഭ്യതര തന്നെയാണ്. എന്നാലും കലാകാരന്മാരെ എനിക്ക് ബഹുമാന. കഥകളി ഇഷ്ടമാണ്. ആരും അറിയാതെ കുപ്പായിട്ട് മുഖം മറിച്ച് പോയി കളി കാണുന്ന ഒരു കുരുത്തക്കേട് എനിക്ക് പണ്ടുണ്ട്. ഇന്നും അതുപോലെ വന്നപ്പോഴാ മാധവിയുടെ സങ്കടം കേട്ടത്. എനിക്ക് ഇനി ഒന്നേ പറയാനുള്ളൂ. തമ്പുരാൻ ഇനിയും സൽക്കരിച്ചു എന്ന് വരും. പക്ഷെ മാധവിയിലുള്ള ആ മോഹം പണിക്കരന്ന് ഉപേക്ഷിച്ചോളൂ. എന്താ പറ്റില്ലെന്നുണ്ടോ? മനസ്സിൽ തോന്നിയ മോഹം ഉപേക്ഷിക്കാൻ ക്ലേശുണ്ട് അല്ലേ? മോഹം എന്നല്ല, ഒരു രാത്രി കമ്പം അതിന് പറയണ്ടേ? അത് സാധിക്കാൻ ഈ താത്രി പോരെ? മാധവിക്ക് നഷ്ടപ്പെടാനും നേടാനും ചിലതൊക്കെ ഉണ്ട്. പക്ഷെ താത്രിക്ക് ഇത് രണ്ടും ഇല്ല. അന്തവും കുന്തവും ഇല്ലാത്ത 10ാം വയസ്സിൽ നഷ്ടപ്പെട്ടു. ചാരിത്രം എന്ന് പറഞ്ഞ മഹാസംഭവം. നഷ്ടപ്പെടുത്തി
കണ്ടു ബഹുമാനിച്ചൊരു നമ്പൂരാരും വായടച്ച് പിടിച്ചിരുന്നതുകൊണ്ട് എന്റെ കരച്ചിലാ ദുഷ്ടം കേട്ട് കാണില്ല. പക്ഷെ കണ്ണു നിറഞ്ഞൊഴുകണ കണ്ടിട്ടും വിട്ടില്ലാലോ ആ നീചൻ. പിന്നീട് പുറത്തു പറയാൻ പറ്റാത്ത മറ്റു പലരും ആരും അന്യരായിരുന്നില്ല എന്നുള്ളതായിരുന്നു സങ്കടം. സങ്കടം പിന്നെ പകയായി മാറിയപ്പോ സുമേധയാ വഴങ്ങിക്കൊടുത്തു. പണിക്കരുടെ കീചകന്റെ കേമായിരുന്നു കേട്ടോ. കീചകനോടൊക്കെ ഒരു രാത്രി പങ്കിടാൻ എനിക്ക് സമ്മത. അനിഷ്ടണ്ടോ കീചകന്? എന്തായി ചോദിക്കണേ? ഒരു പൂവിന് വേണ്ടി മോഹിച്ചിട്ട് പൂക്കാലം വെച്ച് നീട്ടണോ? കലാകാരന്മാരോട് അവിടത്തേക്കുള്ള പ്രിയം അടിയെ കേട്ടിട്ടുണ്ട്. കാവകൽ രാവണിയുടെ ബന്ധമുണ്ടായിരുന്നുണ്ട്. പിന്നെ നടൻ ഗുരുവായൂർ അപ്പുപിഷാരടി, പാട്ടുകാരൻ കുഞ്ഞിരാമൻ നമ്പീശൻ, അങ്ങനെ അങ്ങനെ പലരും താത്രയ്ക്ക് മുന്നിൽ വന്ന് പദം പാടിയിട്ടുണ്ട്. പല വേഷങ്ങളാണ് കളിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര പാടിയാലും അതിനൊരേ ഭാവമായി, എത്ര ആടിയാലും അതിനൊരേ സ്ഥായിയായിരിക്കും. കാമെന്നല്ല അതിന് പറയണ്ടേ, സഹതാപം തോന്നിപ്പോണ ഒരു വീരരസം. അടിയൻ അങ്ങനെയല്ലാതെ ഇവിടത്തേക്ക് അറിയാലോ. അല്ലാന്ന് എന്നെ ബോധ്യപ്പെടുത്തണം. എന്നിട്ടേ പണിക്കരുടെ മോഹം സാധിക്കും. കാണട്ടെ പണിക്കരുടെ കഴിവ്. ഒന്ന് പദം പാടി കളിക്കുക പണിക്കരെ. അത് പിന്നെ മറ്റു നടന്മാരെ പോലെ ഒന്നും അല്ലാതെ വലിയ വീമ്പ് പറഞ്ഞതല്ലേ. കാണട്ടെ എത്ര ആൾക്കൂട്ടത്തിന് നടുവിലായാലും ബോധമുള്ള ഒരു പ്രേക്ഷകന് വേണ്ടി എല്ലാ കഴിയും. ഇവിടെ പിള്ളത് ഞാൻ. കാണട്ടെ തിടങ്ങുക. എന്താ നിർത്തിയത്? ഇനി കീചകന്റെ ആർച്ചയാണ് വേണ്ടത്. അലറു കീചക, അലറു. അത് പിന്നെ എന്ത്? കീചകന്റെ എല്ലാ ക്രൗര്യം പുറത്തെടുത്ത് അലറു. എന്നാലും പൂർത്തിയാകും. അലർച്ച കേട്ട് പുറത്തുള്ളവരെക്കാളും അത് കേട്ട് തിരിച്ചറിയാൻ കാതുള്ളവരൊന്നും ഈ മനക്കിൽ ഉണ്ടാവില്ല. ഇനി അഥവാ കേട്ടാ തന്നെ പണിക്കർ മാധവിയോർത്ത് രമിക്കുന്നതിന് ശീൽക്കാരായിട്ടേ കരുതൂ. മടിച്ചു നിൽക്കുന്ന അലറു. എങ്കിലേ മോഹം സാധിക്കൂ. കാമത്തിലേക്ക് കാൽ വെക്കേണ്ടത് ക്രൗര്യം കടന്നാണ്. ഇനി 10ാം വയസ്സിൽ നടുക്കമുണ്ടാക്കുമാറ് അലറു കീചക, അലറു. ഇനി ഉറക്കെ കഷ്ടം. ഈ കീചകൻ എത്ര ദുർബലനാണ്. ബോധ്യപ്പെടുത്തിയതാണ്. എങ്കിലും നിരാശ വേണ്ട. കഥയിലും കളിയിലും കീചകൻ സാധിക്കാത്തത് തെക്കിനേരത്തെ പത്തായപ്പുരയിൽ സാധിക്കും. വരൂ കീചക, വരൂ. സൈരന്ധി ഇതാ നിനക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു.